അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 89-ാമത്തെ ആയത്തിൻ്റെ വാക്കാർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥവുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇന്ന് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്ക്, അതായത് മുഫസ്സിറുകൾ വിശദീകരിച്ചു തന്ന ഈ ആയത്തിൻ്റെ തഫ്സീറിലേക്കാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മളുടെ പഠനം കേന്ദ്രീകരിക്കാൻ പോകുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച അന്ത്യപ്രവാചകനും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമനും ശ്രേഷ്ഠനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം അന്ത്യപ്രവാചകനായി ലോകത്തിലേക്ക് കടന്നു വരാനുണ്ട് എന്ന വിശ്വാസമുള്ള ആളുകളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജീവിച്ച വേദക്കാരായ ആളുകൾ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മദീനയിൽ താമസിച്ചിരുന്ന യഹൂദികളായ ആളുകൾ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ അനുയായികളാണ്, ഞങ്ങൾ തൗറാത്തിന്റെ വാഹകരാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്ന, അതിൽ അഭിമാനം കൊണ്ടിരുന്ന ആളുകളായിരുന്നു മദീനയിലുണ്ടായിരുന്ന യഹൂദികൾ. എന്നാൽ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി നിയോഗിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിശുദ്ധ ഖുർആൻ വഹയ്യായി നൽകിക്കൊണ്ടാണ്. അതും മൂസാ നബി അലൈഹി ഇസ്ലാമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് യഹൂദികളുടെ കൈവശമുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആനുമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ യഹൂദികളുടെ ഇടയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനാകുന്നതും, അതായത് കടന്നു വരുന്നത്. അതിനെക്കുറിച്ചാണ് ഈ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും, തങ്ങളുടെ കൂടെയുള്ളതിനെ സത്യമാക്കുന്നതായ ഒരു ഗ്രന്ഥം അവർക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് വന്നപ്പോൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ച് ഈ യഹൂദികൾ കൃത്യമായി അറിയുകയും ഉറപ്പിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. ആ പ്രവാചകനിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ സമൂഹത്തിന് അവതരിപ്പിച്ച തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആനുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. സഹോദരങ്ങളെ, ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ മുഫസ്സിറുകളും ചർച്ച ചെയ്യുന്ന, ചരിത്രത്തിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു കാര്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ ഈ യഹൂദികളും അതുപോലെ അന്ന് മദീനയിലുണ്ടായിരുന്ന മറ്റ് മുശ്രിക്കുകൾക്കിടയിൽ അവർ തമ്മിൽ പരസ്പരം ഈ യഹൂദികൾ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ഈ യഹൂദികൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമെന്നാണ് അബുൽ ആലിയ റഹിമഹുല്ല പറഞ്ഞതായി ഇബ്നു കസീർ റഹിമഹുല്ല ഉദ്ധരിക്കുന്നുണ്ട്. ഈ യഹൂദികൾ അവർ മുശ്രിക്കുകളായ അറബി ഗോത്രക്കാർക്കെതിരിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമെന്ന്. എന്തു പറഞ്ഞുകൊണ്ട്? അള്ളാഹുവെ, ഞങ്ങൾക്ക് നീ വാഗ്ദാനം നൽകിയ ആ അന്ത്യപ്രവാചകനെ നിയോഗിച്ചുകൊണ്ട് അവിശ്വാസികളായ ഈ അറബികൾക്കുമേൽ ഞങ്ങൾക്ക് നീ വിജയം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവെ, തൗറാത്തിൽ ഞങ്ങൾ വായിച്ചിട്ടുള്ള ആ പ്രവാചകനെ അയച്ചുകൊണ്ട് അവിശ്വാസികളായ ഈ അറബികളെ ശിക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യണമേ എന്ന് യഹൂദികൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, മുമ്പ് അവർ അവിശ്വസിച്ചവർക്കെതിരിൽ വിജയമർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഞങ്ങൾക്ക് ഒരു പ്രവാചകൻ വരും, അങ്ങനെ ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരിൽ അള്ളാഹു ഞങ്ങൾക്ക് വിജയം നൽകുമെന്ന് യഹൂദികൾ പറയാറുണ്ടായിരുന്നു. ആ പ്രവാചകൻ അദ്ദേഹം പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം മദീനയിലെ മുശ്രിക്കീങ്ങളെ താക്കീത് നൽകാറുള്ള ആളുകളായിരുന്നു സഹോദരങ്ങളെ ഈ യഹൂദികൾ. എന്നാൽ ആ പ്രവാചകന്റെ വിഷയത്തിൽ അവരെടുത്ത നിലപാടെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫലമ്മാ ജാഅഹും മാ ഗറഫൂ കഫറൂ ബിഹി, അങ്ങനെ അവർക്കറിയാവുന്ന കാര്യം അവർക്ക് വന്നപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയായി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. അതായത് അവർ പ്രതീക്ഷിച്ച, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ പ്രവാചകൻ അവരുടെ സമീപത്ത് വന്നപ്പോൾ അവരുടെ കൈവശമുള്ള തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ ആ പ്രവാചകനിലൂടെ അവതരിപ്പിക്കുകയും ചെയ്തിട്ട് മദീനയിലെ യഹൂദികൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല
ഉണ്ടായില്ല. അവരുടെ സ്വഭാവം മാറുകയാണ് ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച ആ അന്ത്യപ്രവാചകൻ അത് ഇസ്രായേൽ വർഗത്തിൽപ്പെട്ടവനല്ല, ഇസ്രായേൽ ജനതയിൽ നിന്നുള്ളവരല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തിരഞ്ഞെടുത്തത് അറബികളിൽ നിന്നാണ്. അതുകൊണ്ട് ആ പ്രവാചകനെ അനുസരിക്കാൻ അവരുടെ അഹംഭാവം സമ്മതിച്ചില്ല. അവർ ആ പ്രവാചകനെ നിഷേധിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പ്രമുഖ തഫ്സീർ പണ്ഡിതനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യഹൂദികളോട് പറഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. മദീന നിവാസിയായ അൻസാരികളിൽപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു യഹൂദികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യഹൂദികളെ, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു കൊള്ളുക. ഞങ്ങൾ അവിശ്വാസികളായിരുന്ന കാലത്ത് നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരികയും ആ പ്രവാചകന്റെ വരവിന് വേണ്ടി നിങ്ങൾ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തവരാണ്. അതുകൊണ്ട് നിങ്ങൾ യഹൂദികൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെന്ന് മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു യഹൂദികളോട് പറയാറുണ്ടായിരുന്നു എന്ന് തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അപ്പോ ഈ യഹൂദികൾ പറഞ്ഞതുപോലെ അവർ സംസാരിച്ച ആ ഗ്രന്ഥവും ആ പ്രവാചകനും അവരിലേക്ക് വന്നപ്പോൾ, അതായത് അവർക്ക് അറിവുള്ള, അവർ മനസ്സിലാക്കിയ ആ പ്രവാചകൻ അവരിലേക്ക് നിയോഗിതനായപ്പോൾ അവരതിൽ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കുറിച്ച് പറഞ്ഞു, ഫലഅനതുല്ലാഹി അലൽ കാഫിരീൻ. ആകയാൽ അവിശ്വാസികളുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടായിരിക്കും. അതായത് യഹൂദികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കടുത്ത ശത്രുക്കളും അതുപോലെ അവർ പച്ചയായ നിഷേധികളുമായി പിന്നീട് മാറിയപ്പോൾ അള്ളാഹുവിന്റെ ശാപത്തിനും കോപത്തിലും അവർ വിധേയരാവുകയാണ് ഉണ്ടായത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ ഈ 89-ാമത്തെ ആയത്തിന്റെ വിശദീകരണമായിക്കൊണ്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയങ്ങൾ. ഇനി ഈ ആയത്ത് തജ്വീദോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാ അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ആ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.